പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 15 വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളം പരത്തുന്നവരാകുക. ആർക്കാണ് ക്രിസ്തുവിനെ കൊടുക്കേണ്ടത്? നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മളെ സമീപിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ മണം ഉണ്ടാകുക, അവർ ക്രിസ്തുവിൻ്റെ മണം ആസ്വദിച്ച് പോവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറുള്ളത്. അതല്ല നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ക്രിസ്തുവിൻ്റെ മണം പരത്തുന്നവരാകുക, ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്നവരാകുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും, ആർക്കെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ മണം കൊടുക്കുന്നവരായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം നമുക്കൊന്ന് ഭക്ഷിക്കാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പരിമളം വഹിക്കുന്നവരാകുക, ക്രിസ്തുവിൻ്റെ മണം പരത്തുന്നവരാകട്ടെ. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ഈ വചനം ഭക്ഷിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.